നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ചൈന ഗ്രാസോ ജെലാറ്റിനോ കോൺഫ്ലവറോ ഒന്നും എടുക്കുന്നില്ല. റവ വെച്ചിട്ടാണ് ഈ ഒരു പുഡിംഗ് ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു പാനിലേക്ക് 250 ml കപ്പിൽ 2.5 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും 1/4 കപ്പ് തന്നെ പഞ്ചസാര 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം നമുക്കിത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളിനി ഇതിലേക്ക് റവയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ റവ എടുക്കുന്ന സമയത്ത് ഒരു 1/2 കപ്പിനകത്ത് മതി കേട്ടോ. ഒരു 6 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. അതായത് ഇതുപോലെ ഒന്ന് തരികളായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ മിക്സിയിൽ നിന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ റവ നമുക്ക് റോസ്റ്റഡോ അല്ലാത്തതോ എടുക്കാം കേട്ടോ. ഞാൻ റോസ്റ്റഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കൈ മാറ്റാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ. മീഡിയം ഫ്ലെയിമിൽ കൊടുത്താൽ മതി. ഒന്ന് തിളച്ച് റവയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായി കിട്ടും. ഇതുപോലെ ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പിസ്ത മിക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 3-4 ഡ്രോപ്പ് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചൂടോടി തന്നെ ഒരു ചൂടിൽ ഏത് ട്രെയിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രെയിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നല്ലപോലെ പ്രസ് ചെയ്തൊന്ന് ലെവൽ ചെയ്തെടുക്കാവേ. ഇതുപോലെ കുറച്ചും തിക്കായിട്ടാണ് കേട്ടോ വേണ്ടത്. നമ്മളിത് കട്ട് ചെയ്താണ് എടുക്കുന്ന ഒരു പുഡിങ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം ആയാലും എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീം കൂടെ മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. നമ്മുടെ ടേസ്റ്റ് പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ അത്രയും സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒന്ന് ലൂസായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും വീണ്ടും നമ്മൾ ഏത് ഫ്ലേവറാണോ എടുത്തിട്ടുള്ളത് ആ ഒരു മിക്സും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ചൂടൊക്കെ നല്ലപോലെ മാറിയതിന് ശേഷം ആ ഒരു റവയുടെ ആ ഒരു മിക്സിൻ്റെ ടോപ്പിലേക്കാണ് കേട്ടോ നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പിസ്തയും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ 4-5 മണിക്കൂർ നല്ലപോലെ തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ അങ്ങ് സെറ്റായി കിട്ടും. കട്ട് ചെയ്തെടുക്കാവേ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് ആ ഒരു കേക്ക് സ്പഞ്ചൊക്കെ വെച്ചിട്ട് പുഡിങ് സെറ്റ് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ റവ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ആക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്